ബംഗളൂരുവിൽ അപകടത്തിൽപ്പെട്ട KSRTC ബസ് ദീർഘദൂര സർവീസിൽ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് കണ്ടെത്തൽ. മരിച്ച ഡ്രൈവർ മിഥിലേഷ് 2 രാത്രികളിൽ വിശ്രമമില്ലാതെ ജോലി ചെയ്തു. തലേദിവസം രാത്രി മൈസൂരു കോഴിക്കോട് ബസ് ഓടിച്ച് പുലർച്ചെ ഡിപ്പോയിലെത്തിയ ശേഷം ഇന്നലെ രാത്രി വീണ്ടും ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടു. ദീർഘദൂര ബസ്സുകളിൽ ഇതുവരെ ഡ്രൈവർ കം കണ്ടക്ടർ ഉത്തരവ് നടപ്പിലായിട്ടില്ല. സൂപ്പർ ഡീലക്സ് ബസ്സുകളിൽ പരിചയസമ്പന്നരായ ഡ്രൈവർമാർ വേണമെന്ന സർക്കുലറും ലംഘിച്ചു. കണ്ടക്ടർ NM അരുൺ, ഡ്രൈവർ മിഥിലേഷ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. 20ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. VS രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. VS രഞ്ജിത്ത്, മനുഷ്യത്വപരമല്ല എന്നതാണ് 2 ദിവസം തുടർച്ചയായി ഇത് ഈ 2 പേരെ കുറിച്ചുള്ളത് മാത്രമല്ലല്ലോ, എത്രയോ ആളുകളുടെ ജീവനും കൈപ്പിടിച്ചുള്ള ഓട്ടമാണ്. ഒന്ന് വിശ്രമിക്കാനോ ഉറങ്ങാനോ സൗകര്യമില്ലാതെ എന്തിനാണ് ഈ പണിയെടുപ്പിക്കുന്നത്? മാധു, ദീർഘദൂര സർവീസുകളുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവാദങ്ങൾ നേരത്തെ ഉയർന്നു വന്ന ഘട്ടത്തിലാണ് ഈ ഡ്രൈവർമാരുടെ റെസ്റ്റുമായി വിശ്രമവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിച്ചത്. ഒന്ന്, ഡ്രൈവർ കം കണ്ടക്ടർ നടപ്പാക്കുക എന്നുള്ളതാണ്. ഒരു ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും ഉണ്ടെങ്കിൽ 2 പേരും വാഹനം ഓടിക്കുന്നവരായിരിക്കണം, ബസ് ഓടിക്കുന്നവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ക്ഷീണം തോന്നുമ്പോൾ, ഉറക്കം തോന്നുമ്പോൾ മാറി മാറി ഓടിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അത് ദീർഘദൂര സർവീസുകളിൽ ഉണ്ടാകണമെന്ന സർക്കുലർ അത് നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളൊരു പുനർവിചിന്തനത്തിന് തയ്യാറാവേണ്ടത്. അതോടൊപ്പം തന്നെ ഈ തുടർച്ചയായിട്ടുള്ള ഡ്യൂട്ടി ഇന്നലെ തലേ ദിവസം രാത്രി മൈസൂരു കോഴിക്കോട്ട് സർവീസ് കഴിഞ്ഞ് എത്തി ഒരു പകൽ അല്പനേരം വിശ്രമിച്ച് വീണ്ടും രാത്രി ഈ മിഥിലേഷ് ഡ്രൈവ് ചെയ്യുകയാണ്. മിഥിലേഷ് തന്നെ അതേ സ്ഥലത്തേക്ക് ബാംഗ്ലൂരുവിലേക്ക് ചുമതലയേൽപ്പിക്കുകയാണ്. അത്തരത്തിൽ ഡ്രൈവർമാർക്ക് വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം ദീർഘദൂര സർവീസുകളിൽ വളരെ പരിചയസമ്പന്നരായ ആളുകളെ വെക്കണം എന്നുള്ളതും സർക്കുലർ ഉള്ളതാണ്. അതും ലംഘിച്ചുകൊണ്ട് മിഥിലേഷ് ഒരു താൽക്കാലിക ജീവനക്കാരനാണ്. അപ്പോൾ ആ ഡിപ്പോയിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട ആ ഡ്രൈവർ നിശ്ചയിച്ചതിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചെ 6:45 രാമനഗരയിലെ ബിഡതിയിൽ വെച്ച് ഈ അപകടം സംഭവിക്കുന്നത്. 2 പേർ മരിച്ചു. ഡ്രൈവർ സംഭവ സ്ഥലത്ത് വെച്ചും കണ്ടക്ടർ NM അരുൺ ആശുപത്രിയിൽ വെച്ചും മരിച്ചു. 4 പേർക്ക് അതീവ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 20-ലധികം പേർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 9:30 മണിക്കാണ് ബംഗളൂരു കോഴിക്കോട് KSRTC ബസ് കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ടത്. ഇന്ന് 8 മണിയോടുകൂടി ബംഗളൂരുവിൽ എത്തേണ്ടതായിരുന്നു. ബിഡതിയിൽ വെച്ച് പുലർച്ചെ അപകടം സംഭവിക്കുകയായിരുന്നു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഈ അപകടത്തിന് കാരണമായത് ദീർഘ സർവീസിൽ ചട്ടങ്ങൾ ലംഘിച്ചു എന്നുള്ളത് കൊണ്ടാണ് എന്നതാണ്. 10-24 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യുക, ഉറക്കമില്ലാതെ ജോലി ചെയ്യുക തുടങ്ങിയ സംഭവങ്ങൾ നയിക്കുന്നത് വലിയ അപകടങ്ങളിലേക്കാണ് എന്നത് തുടർച്ചയായ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതാണ് അത്ഭുതം.